ഇത് ഞാൻ ഗ്രൗണ്ടിൽ നട്ട് വെച്ചിട്ടുള്ള എൻ്റെ റോസാ ചെടിയാണ് കേട്ടോ. ഇതിന് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ പലപ്പോഴായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ എപ്പോഴും ഒരു ഓർഗാനിക് രീതിയിലുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത്. അത് നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് ഇതുപോലെ റോസിൻ്റെ കുറച്ച് വിട്ടിട്ടായിട്ട് ഇതുപോലെ ഒരു കുഴിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റും ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ ഈ ഒരു കുഴിയെടുത്തിട്ട് അതിൽ കുഴിച്ചു മൂടാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുഴിച്ചു മൂടുന്ന സമയത്ത് കുറച്ച് മുറ്റത്തുനിന്നും പറിച്ചിട്ടുള്ള പച്ചപ്പുല്ല് കൂടിയുണ്ട്. എല്ലാവർക്കും അറിയാം പച്ചപ്പുല്ലിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് പൂവിടാനായിട്ടും ഇതുപോലെ പച്ചപ്പുല്ല് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പുതിയ തളിരിലകൾ പൊട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് റോസാ ചെടികളിലൊക്കെ നമ്മുടെ മൊട്ട് കരിഞ്ഞു പോവുക, ഇലകൾ ചുരുണ്ടു പോവുക, മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോവുക, അതിനൊക്കെ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡ് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതൊരു കെമിക്കൽ പെസ്റ്റിസൈഡാണ്. നമ്മുടെ മൊട്ട് കരിഞ്ഞു പോകുന്നതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഇത് കൊടുത്തു കഴിഞ്ഞാൽ.